എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിതാ ഞാൻ കാലത്ത് തന്നെ വന്നിനാവേ കൊച്ചിയിൽ വന്നിട്ട് ഇതാ നമ്മളെ പുട്ട് ഉണ്ടാക്കുന്നുണ്ട്. പുട്ടാണ് ഇന്ന് കാലത്തെ ചായക്ക് അപ്പം ചുടുന്നത്. ഇതാ പുട്ടായിട്ടുണ്ട്, ഒരു കുട്ടി പുട്ടായിട്ടുണ്ട്. ഇതാ മക്കൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ കണ്ടാക്കിയിട്ട് ഇതാ ഞാൻ കൊടുക്കുന്നത്. പിന്നെ അതിന് കൂട്ടാൻ കറി കടലക്കറിയും പുട്ടും. അങ്ങനെ ഇതാ മക്കൾക്ക് കണ്ടിച്ചിട്ട് കൊടുത്ത് ഞങ്ങളും കുടിച്ച് ചായ. പിന്നെ ഉച്ചക്കേക്ക് ഞാൻ കറി വെക്കുന്നത് നമ്മളെ ചക്കക്കുരും ഉണക്കമീനും. ചക്കക്കുരു ഇതാ എൻ്റെ തോലെല്ലാം എടുത്തിന് എന്നിട്ടിതാ നല്ലപോലെ ചെറുതായിട്ട് മുറിച്ചിട്ടെടുത്തിന്. പിന്നെ ഉണക്കമീൻ കൊല്ലച്ചേരി ഉണക്കമീനില്ലേ, അതും ഇട്ടിട്ട് നല്ലൊരു വറവ് നല്ല പോലെ പാങ്ങല കയറ്റെടുത്തിന്. അതിൻ്റെത് ഞാൻ കുക്കറിലിട്ടിട്ട് വേവിച്ചിട്ടെടുക്കുന്നു. പിന്നെ ഇതൊരു പാൻ വെച്ചിന്. പിന്നെ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുവിട്ട്, പിന്നെ കറിച്ചപ്പലിട്ട്, പിന്നെ നീരുള്ളി, തക്കാളി, പച്ചമുളക്, വെള്ളുള്ളി എല്ലാം ഇട്ടിട്ട് നല്ല പോലെ ചുള്ളിയിട്ട് എടുക്കുന്നുണ്ടാവുക. ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കണം അറിയാമോ? ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോവും പരസ്യമെല്ലാം സ്കിപ്പാക്കാതെ കാണണം. പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തത് മുളക് പൊടി, മുളക് പൊടി ഇട്ട് കൊടുത്തിന്, മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് എന്നിട്ട് ഇതാ ചുള്ളി കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചക്കക്കുരു വെന്ത വെള്ളം ഉണ്ടല്ലേ, അത് ഒഴിച്ച് കൊടുക്കുന്നു. നല്ല പോലെ ആ വെള്ളത്തിൽ നല്ല പോലെ വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ല പോലെ വെന്ത് വന്നിട്ടാകുമ്പോൾ നമുക്കതിലേക്ക് ഉപ്പ് കുറവുണ്ട്, അങ്ങനെ ഉപ്പിട്ട് കൊടുക്കുന്നു. ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ല പോലെ ചുള്ളി കൊടുക്കുന്നു. പിന്നെ ആ ചക്കക്കുരു ഉണക്കീനും ഇട്ട് കൊടുക്കുന്നു. അതും ഇട്ട് നമുക്ക് നല്ല പോലെ ചുള്ളി കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ ഒരു തേങ്ങ ഇട്ട് കൊടുക്കുന്നു. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തേങ്ങാവ് എല്ലാത്തേക്ക് എത്തുന്ന പോലെ ചുള്ളണം. എന്ത് പാങ്ങെന്ന് പറഞ്ഞാൽ ഉണക്കിനും ചക്കക്കുരുവിൻ്റെ കറിയും കൂട്ടിയിട്ട് ബേക്കാൻ എൻ്റെ അള്ളാ. പിന്നെ അതിലേക്ക് ഞാനൊരു സ്പെഷ്യലായിട്ടൊരു പൊടി ഇട്ട് കൊടുക്കുന്നത് എന്താ അറിയാമോ? നമ്മളെ മന്തി മസാല അതിട്ട് കൊടുത്തെങ്കിൽ എന്തോരു പാങ്ങാവേ കറി, നല്ല മണവും എന്തോരു പാങ്ങുണ്ടായിന് കറി. നിങ്ങൾ ചക്കക്കുരു കറി ഉണ്ടാക്കുമ്പോൾ എന്താക്കണം അറിയാം? കുറച്ച് മന്തി മസാലയെല്ലാം ഇട്ട് കൊടുക്കണം. നല്ല പാങ്ങുണ്ട്. ചട്ടിയിലെ ചോറ് തീരുന്നതേ അറിയല, അത്രയും നല്ല പാങ്ങുണ്ടായി. അങ്ങനെ കറിയുമായി ചോറ് പിന്നെ വെച്ചിന്. പിന്നെ ഇതെല്ലാം ഒന്ന് ടൈൽസെല്ലാം ഒന്ന് പാങ്ങാക്കിയിട്ട് എടുക്കാതിരിച്ച് കറി പിന്നെ കലം പോരുമ്പോൾ എല്ലാം ഒന്നാകെ തെറിച്ചിട്ട് ടൈൽസെല്ലാം ഒരു വക എന്തോ പൊട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം ഒന്ന് നല്ല പോലെ തോർത്തിയിട്ടെടുത്ത് നമ്മളെ ഗ്യാസ് അടുപ്പും അങ്ങനെ നമ്മളെ കോട്ടൻ്റെ തുണിയില്ലേ, കോട്ടൻ്റെ തുണിക്ക് കുറച്ച് വിമ്മുറ്റിച്ചിട്ട് നല്ല പോലെ തോർത്തിയിട്ടെടുത്ത് ഇതെല്ലാം കുറച്ച് എല്ലാം വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അതെല്ലാം നല്ല പാങ്ങാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് വീഡിയോ പിന്നെ നമുക്ക് എല്ലാ നാളിലും ഒരു വീഡിയോ ആണല്ലോ, അപ്പോൾ അതെല്ലാം വീഡിയോ എടുത്തു. അങ്ങനെ നമ്മളെ കുച്ചിൽ മൊത്തം ഞാനിതാ വൃത്തിയാക്കിയിട്ട് എടുക്കുന്നത്. നമ്മളെ കയ്യാവുന്ന കുണ്ടുണ്ടല്ലേ, അതും അതേപോലെ കോട്ടൻ്റെ തുണിക്ക് കുറച്ച് വിമ്മുറ്റിച്ചിട്ട് നല്ല പോലെ തുടച്ചിട്ട് എടുക്കുന്നുണ്ട്. നല്ല മിന്നാട്ടം വന്നിന് നമ്മളെ കുണ്ടിന്. പിന്നെ നമ്മളെ വെള്ളം വരുന്ന പൈപ്പിലേക്കും അങ്ങനെ കുറച്ച് വിമ്മുറ്റിച്ചിട്ട് വേണ്ടാത്ത ചാടിയിട്ടുള്ള ബ്രഷും ഉണ്ടല്ലേ, അതിൽ നല്ല പോലെ ഇതിങ്ങനെ തുടച്ചെടുക്കണം. പിന്നെ അതിൽ ചേറ്, പാമ്പാഞ്ചി അങ്ങനത്തെ എല്ലാം കെട്ടിയിട്ടുണ്ടാകുന്നല്ലേ, അതെല്ലാം പോവും. ഇതേപോലെ വിമ്മിട്ടിട്ട് ബ്രഷിൽ അരച്ച് കഴിയെങ്കിൽ നല്ല ചേലാവും. അപ്പം അങ്ങനെല്ലാം നിങ്ങൾക്ക് ആക്കി നോക്കണോ? നല്ല പാങ്ങായില്ലേ? ഇപ്പോൾ പൈപ്പും പാങ്ങായി,
നമ്മളെ ടൈൽസും പാങ്ങായി. പിന്നെ ഇതാ നമ്മളെ കുണ്ടും ഇപ്പോൾ നല്ല ചേലാവും നോക്കും. ഏത് ഇട്ടിച്ചിട്ട് തുടച്ചിട്ടാകുമ്പോൾ നല്ല മിന്നാട്ടം വന്നു. ഗ്യാസ് അടുപ്പ് നല്ല മിന്നാട്ടം വന്ന്. പിന്നെ നമ്മളെ കുണ്ടും നല്ല മിന്നി. അപ്പോൾ അങ്ങനെ ഇതാ നല്ല കയറ്റെടുത്ത് ഞാൻ ഇനി നിലം ഒന്ന് അടിച്ച് തോർത്തണം. അപ്പോൾ നമ്മളെ കുച്ചിലൊത്തരാവും. പാത്രമെല്ലാം കയറ്റതാടെ കമിച്ച് വെച്ചിന്. സീറ്റെല്ലാം തോർത്തിയിട്ടെല്ലാം ഒത്തരാക്കിന്. പിന്നെ ഒന്ന് നിലമൊന്ന് അടിച്ചിട്ട് അടിക്കുന്ന വീഡിയോ എടുത്തിട്ടേ ഞാൻ തോർത്തുന്ന വീഡിയോ നടക്കുന്നു. കുച്ചിയിലൊത്തരായിട്ടാകുമ്പോൾ തന്നെ ഒരു സമാധാനം. ബാക്കിയെല്ലാം പയ്യെടുത്തോളാമല്ലോ. കുച്ചിയിലൊന്ന് മാത്രമല്ല നല്ലോണം പെരങ്ങുന്ന ജാഗ. അപ്പോൾ കുച്ചിയിലൊന്ന് പാങ്ങായിട്ട് കിട്ടിയിട്ടാകുമ്പോൾ തന്നെ മനസ്സിലേക്ക് നല്ലൊരു സന്തോഷമായി റാത്തായി. എനിക്കങ്ങനെ കുച്ചി നല്ല ഒത്തരായിട്ടാകുമ്പോൾ തന്നെ എനിക്ക് സമാധാനമാണ്. അങ്ങനെ കുച്ചിയിലെല്ലാം ഒത്തരായി. പിന്നെ ബാക്കി എല്ലാ പണിക്കും കഴിഞ്ഞ്. പിന്നെ ഇത് ലാവ് ചപ്പാത്തിയും നമ്മളെ പട്ടാണീൻ്റെ കറിയുമാണ്. അതും തിന്ന്. പട്ടാണിയും ചപ്പാത്തിയും. പിന്നെ അത് കഴിഞ്ഞിട്ടായിട്ട് നമുക്ക് ഓർമ്മ ഞങ്ങളെ ബാലെന്തായിനറിയോ പറ്റന്നൊര പിടിച്ചിനെന്ന്. അപ്പോൾ അതിനെന്താക്കുന്നത് ക്ലീൻ ആക്കണം. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വാസ്ലൈൻ ഉണ്ടായിനി. ആ വാസ്ലൈന് കുറച്ച് കോട്ടൻ്റെ തുണിക്ക് കുറച്ചാക്കിയിട്ടില്ലേ ആ ബാദലിലേക്ക് ആ നൊര വന്ന ജാഗക്കെല്ലാം തോർത്തി കൊടുത്തെങ്കിലേ നമ്മളെ ബാദൽ നല്ല അങ്ങനെ തിളങ്ങും. ഇങ്ങനെ നോക്കിക്കോളി എങ്ങനെയാണെന്ന്. ഞാൻ ഇതാ ഒരു കോട്ടൻ്റെ തുണിക്ക് കുറച്ച് വാസ്ലൈൻ എടുത്തിട്ട് ആ നൊര വന്ന ജാഗക്കെല്ലാം വെച്ച് നല്ല പുതിയ ബാദലതിന്. മുമ്പ് എങ്ങനെ ഉണ്ടായി വയ്യ എങ്ങനെ ഉണ്ടായി നോക്കൂ. അപ്പോൾ നിങ്ങളെ ബാദലെല്ലാം ഇങ്ങനെ ഒരു നൊര വന്നിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒന്ന് അരിച്ചിട്ട് പാങ്ങാക്കി വെച്ചെങ്കിൽ നല്ല പാങ്ങുണ്ടാവും കാണാൻ. ഇതൊരു ടിപ്സാവാം. ഇത് ഓരോ വീഡിയോൻ്റെ ഇടയ്ക്ക് എനിക്കറിയുന്നല്ല ചെറിയ ചെറിയ ടിപ്സെല്ലാം ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാമോ. അപ്പോൾ അതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് നേരെ ഉണ്ടാ ഞാൻ വെറുതെ പറയുന്നയാ കള് പറയുന്നയാന്ന് അറിയാമല്ലോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് പരീക്ഷിച്ചിട്ട് നോക്കണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയാവും. എല്ലാവരും ഫുള്ള് സ്കിപ്പാക്കാതെ വീഡിയോയും പരസ്യമെല്ലാം കണ്ട് സപ്പോർട്ടാക്കും എന്ന് ഞാൻ നിരീക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. ഇനി അടുത്ത പുതിയ ടിപ്സും വീഡിയോ എല്ലാം ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.